ഹേ ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാനായിട്ട് പോകുന്നത് എങ്ങനെ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഗൂഗിൾ ക്യാമറ 8.6 അല്ലെങ്കിൽ 8.5 എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നാണ്. നമ്മളൊരു 6 മാസം മുന്നേ ഗൂഗിൾ ക്യാമറയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് 8.3യുടെ വീഡിയോ ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം കുറേ പുതിയ ഫീച്ചേഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഫോട്ടോസ്ഫിയർ 360 ഡിഗ്രി ഫോട്ടോസുകളൊക്കെ എടുക്കാൻ പറ്റുന്ന പുതിയ ഫീച്ചേഴ്സൊക്കെ ഈ പറഞ്ഞ അപ്ഡേഷനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നും അതിൻ്റെ ഒപ്പം എന്തൊക്കെ സെറ്റിങ്സുകൾ ഗൂഗിൾ ക്യാമറ ചെയ്താലാണ് നിങ്ങൾക്ക് നല്ല ഫോട്ടോസുകൾ ലഭിക്കുക എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കാണുന്നതാണ് ഗൂഗിൾ ക്യാമറ. ഫസ്റ്റ് സെറ്റിങ്സ് പറഞ്ഞു തരാം. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ചെയ്യേണ്ട സെറ്റിങ്സ്. അതിൻ്റെ ഉള്ളിൽ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം മോർ സെറ്റിങ്സിലേക്ക് പോവുക. അതിനുശേഷം കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുക. കോൺഫിഗറേഷൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൻ്റെ പ്രൊസസ്സർ ഏതാണെന്ന് നിങ്ങൾ ഫസ്റ്റ് നോക്കണം. അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഒരു 20,000-ൻ്റെ ഇടയിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പിക്സൽ 6a സെലക്ട് ചെയ്യുക. പ്രീമിയം സ്മാർട്ട് ഫോണൊക്കെ ആണെങ്കിൽ 7+ യൂസ് ചെയ്യുക, 7 Pro യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ള ഹാർഡ്വെയർ ലെവൽ നോക്കുന്ന സമയത്ത് ഹാർഡ്വെയർ 3+ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ സെറ്റിങ്സുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന ഫോട്ടോസുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ ഇൻബിൽട്ട് ആയിട്ടുള്ള ക്യാമറയെ അപേക്ഷിച്ച് വളരെ നാച്ചുറൽ ഇഫക്റ്റ് തരുന്ന ഫോട്ടോസുകളായിരിക്കും. അതാണ് ഗൂഗിൾ ക്യാമറ ഇത്രത്തോളം പബ്ലിഷ് ആവാനുള്ളതും ഭയങ്കര ഹിറ്റ് ആവാനുള്ളതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ ഉള്ള വലിയൊരു വ്യത്യാസം നിങ്ങളുടെ ഫോട്ടോസുകളിൽ കാണാനായിട്ട് സാധിക്കും. ഡേ ലൈറ്റ് ഫോട്ടോസ് ആയിക്കോട്ടെ, നൈറ്റ് ഫോട്ടോസ് ആയിക്കോട്ടെ, എല്ലാം ഇത്തിരി കൂടി നാച്ചുറൽ ഫീൽ നമുക്ക് ഫീൽ ചെയ്യുന്നു. Gcamൽ വന്നിട്ടുള്ള പുതിയൊരു ഫീച്ചറാണ് ഫോട്ടോസ്ഫിയർ അല്ലെങ്കിൽ ഫോട്ടോ 360 ഡിഗ്രിയിൽ എടുക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ സിമ്പിളാണ്. അത് മോഡിൽ പോയതിനു ശേഷം നിങ്ങൾക്ക് ഏതൊക്കെ ഡയറക്ഷനിലുള്ള ഫോട്ടോസുകളാണ് കവർ ചെയ്യണമെങ്കിൽ ഒരു റൗണ്ട് ഐക്കൺ വരും. അവിടെ നിങ്ങൾ നിന്നിട്ടുണ്ടെങ്കിൽ ഓട്ടോ ഫോട്ടോസുകൾ ക്യാപ്ചർ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ ഡയറക്ഷനിൽ പോകണം അത് കണ്ടിന്യൂസ് ആയിട്ട് എടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഫോട്ടോ ആയിട്ട് കിട്ടുള്ളൂ. അതിന് കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിൽ വരുന്നതിനനുസരിച്ച് നിങ്ങൾ കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 3D ഡിസൈനായിട്ടുള്ള ഒരു ഫോട്ടോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യാത്തവരൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. ഇപ്പോൾ പിക്സലിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 7 പ്രോയിലും അതുപോലെ തന്നെ 6a-ലൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ ഒരു അഭിപ്രായം പറയട്ടെ. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഞാൻ എടുത്തൊരു ഫോട്ടോയാണ് കാണുന്നത്. നമുക്കൊരു 180 ഡിഗ്രി നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ റൂമിൻ്റെ ഒരു ഫോട്ടോ ആണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള മാതിരി പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അവിടെ പോയതിന് ശേഷം നിങ്ങൾക്ക് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. സേഫായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്രോമിൽ പോയ പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ കാണും. ഇതിൻ്റെ ഉള്ളൊരു ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. Gcam മാറ്റർ എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ഓൾറെഡി ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ നോക്കിയിട്ട് ഡൗൺലോഡ് ചെയ്താൽ മതി. അപ്പോൾ ഓൾറെഡി നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഈ Gcam സപ്പോർട്ടബിൾ ആണെങ്കിൽ നിങ്ങളുടെ ക്യാമറ ടു API ഓപ്ഷൻ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ ഉണ്ടായിരിക്കണം. അതിനുശേഷം നമ്മൾ Gcam ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവൈസിന് കമ്പാക്റ്റബിൾ ആയിട്ടുള്ള Gcam നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വരുന്നതായിരിക്കും. എൻ്റെ പോക്കോ X3ക്ക് വരുന്നത് Gcamൻ്റെ 8.5 എന്ന ഓപ്ഷനാണ്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഏത് തന്നെ ആയിക്കോട്ടെ, ഏത് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, അതിലുള്ള എല്ലാത്തിനുമുള്ള നിങ്ങൾക്ക് Gcam ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ മനസ്സിൽ വരുന്ന വേറൊരു സംശയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Gcam ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ഉപയോഗിച്ച ആപ്പ് നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ വെക്കണമെന്നുണ്ടായിരിക്കും. Gcam മാറ്റർ അതിൻ്റെ ആവശ്യമില്ല. ഇൻസ്റ്റാളേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് Gcam മാറ്റർ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.